എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നീരാവിൽ, കുരീപ്പുഴ, കാവനാട് എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. മേവറം മുതൽ നീരാവിൽ പാലം വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് നീരാവിൽ പാലം കഴിഞ്ഞ് ആലപ്പുഴ ഡയറക്ഷനിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നീരാവിൽ പാലത്തിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇടത് സൈഡിലായിട്ടുള്ള സർവീസ് റോഡ് നേരെ കായലിൻ്റെ അടുത്ത് വരെ പോയി അവസാനിക്കുകയാണ്. ഈയൊരു ഭാഗത്ത് സർവീസ് റോഡ് മെയിൻ റോഡിനെ അപേക്ഷിച്ച് അല്പം ഉയരത്തിലാണ് കടന്നു പോകുന്നത്. ഇവിടെ ഇടത് സൈഡിലും വലത് സൈഡിലും ഓരോ എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും കാണാവുന്നതാണ്. ഇടത് സൈഡിലായി കാണുന്നത് എക്സിറ്റ് പോയിൻ്റാണ്. വലത് സൈഡിൽ കാണുന്നത് ഒരു എൻട്രി പോയിൻ്റാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തേക്കാണ്. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ ചോദിച്ചിരുന്നു, കല്ലുംതാഴം, മങ്ങാട് ഭാഗത്തൊക്കെ ഉള്ളവർ എങ്ങനെയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതെന്ന്. കല്ലുംതാഴത്ത് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിൽ സർവീസ് റോഡുകളില്ല. അതിനാൽ കല്ലുംതാഴം, മങ്ങാട് എന്നീ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ മങ്ങാട് പാലത്തിന് തൊട്ട് മുന്നേ ഉള്ള എൻട്രി പോയിൻറ്റിലൂടെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അവിടെ നിന്നും നേരെ മങ്ങാട് കടവൂർ പാലം, കടവൂർ ഓവർ ബ്രിഡ്ജ്, പിന്നെ നീരാവിൽ പാലം കഴിയുമ്പോഴാണ് നിങ്ങളിപ്പോൾ കാണുന്ന എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഈ ഒരു അണ്ടർപാസിലൂടെ യൂ-ടേൺ എടുത്ത് റോഡിൻ്റെ മറുവശത്തുള്ള എൻട്രി പോയിൻ്റ് വഴി മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച് തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകാവുന്നതാണ്. മങ്ങാട് കടവൂർ പാലത്തിനും കടവൂർ അണ്ടർപാസിനും ഇടയ്ക്കായി എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊന്നും നിർമ്മിച്ചിട്ടില്ല. അതുപോലെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ തന്നെ പോകേണ്ടി വരും. ഇനി ഇവിടെ നിന്നും നേരെ കുരീപ്പുഴ ഭാഗത്തേക്ക് പോകാം. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ലൈൻ മാർക്കിങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചതായി കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ ആദ്യത്തെ ലെയർ താറങ്ങി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പഴയ നാഷണൽ ഹൈവേയിൽ ടോൾ പ്ലാസ നിന്ന ഭാഗമാണിവിടെ. ഇവിടെ ഒരു അടിപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. കുരീപ്പുഴ ഭാഗത്തൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള അടിപ്പാതയാണ്. ചെറുതായി ചരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ പോകുന്ന റോഡും ചരിഞ്ഞാണ് പോകുന്നത്. ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇനി ഫിക്സ് ചെയ്യാനുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ പോകുന്നത് കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തേക്കാണ്. കുരീപ്പുഴ കാവനാട് പാലം എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്താണ് ആ ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് എൻട്രി പോയിൻ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗം കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ്. ഇവിടെ നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു. റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് അതിൽ മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ
മുൻവശത്തായിരിക്കും ആ ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ടെൻറ്റുകളൊക്കെ മുൻപ് സ്ഥാപിച്ചിരുന്ന ഭാഗമായിരുന്നു ഇവിടെ വർക്കുകളൊക്കെ ഏകദേശം മുന്നോട്ട് പോയിട്ടുണ്ട്. റീറ്റെയിനിങ് വാളുകളൊക്കെ നിർമ്മിച്ച ഭാഗത്ത് ഇനി ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ നിന്നും തിരിഞ്ഞ് പുതിയ പാലത്തിലേക്കാണ് പോകുന്നത്. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലൈൻ മാർക്കിംഗ് പൂർത്തിയാക്കി വാഹനങ്ങളൊക്കെ അതുവഴിയാണ് കടത്തിവിടുന്നത്. മങ്ങാട് കടവൂർ പാലത്തിലും നീരാവിലും കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും 4 വരികളുള്ള ഒരു പുതിയ പാലമാണ് നിർമ്മിക്കുന്നത്. അതിൽ 3 വരി ആലപ്പുഴ ഡയറക്ഷനിലേക്കും ബാലൻസ് 1 വരി പഴയ പാലത്തിനോട് ചേർത്ത് തിരുവനന്തപുരം ഡയറക്ഷനിലേക്കുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3 വരി കഴിഞ്ഞിട്ട് ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചതായി കാണാം. ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ പോകുന്നത് കാവനാട് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ അടുത്തേക്കാണ്. ഈ ഒരു ഭാഗത്ത് ഒരു എക്സിറ്റ് പോയിൻ്റ് വരേണ്ടതാണ്, കൊല്ലം ടൗണിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എൻട്രി പോയിൻറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാവനാട് അടിപ്പാതയുടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ആറിവാൾ പാനലിൻ്റെയൊക്കെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്ന് ഇടതേക്ക് തിരിഞ്ഞാണ് കൊല്ലം ടൗണിലേക്ക് പോകുന്നത്. ഇവിടെ ഡ്രെഡ്ജ് ചെയ്തെടുത്ത മണ്ണും റെഡ് സോയിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അടിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്ക് മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ. പെയിൻറ്റിംഗ് വർക്കുകളും നടന്നതായി കാണാം. അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. ഒരു സൈഡിലെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ വലത് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇടത് സൈഡിൽ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നു. കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗം ലെവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ ആറിവാൾ പാനലുകളൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റ് വരുന്നത് കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡ് എൻഡ് ചെയ്യുന്ന ഭാഗം വരെയാണ് അവർ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ കാണുന്ന ഭാഗം വിശ്വസമുദ്രയുടേതാണ്. ഇവിടെ നിന്നും തിരിഞ്ഞ് റോഡിൻ്റെ മറുവശത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അതുവഴി കടത്തിവിടുന്നുണ്ട്. ആറിവാൾ പാനലിൻ്റെ വർക്ക് കുറേയൊക്കെ മുന്നേ നടന്നതാണ്. ബാലൻസ് ഭാഗത്ത് ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ടാറിംഗ് വർക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. വാഹനങ്ങളൊക്കെ അതുവഴി വിട്ടു തുടങ്ങി.
ഈ ഒരു ഭാഗത്താണ് ഒരു എൻട്രി പോയിൻ്റ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കാവനാട് കുരീപ്പുഴ പാലത്തിൻ്റെ ഇടത് സൈഡിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ പഴയ 2 വരി പാതയും അതിനോട് ചേർന്ന് പുതിയ 2 വരി പാതയും കാണാവുന്നതാണ്. പുതിയ പാതയും പഴയ പാതയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി പഴയ റോഡിലെ താറങ്ങികളെല്ലാം ചിപ്പ് ചെയ്ത് കളഞ്ഞ് പുതുതായി ടാർ ചെയ്യേണ്ടതുണ്ട്. പുതിയ പാലത്തിൻ്റെ ഭാഗത്ത് മാത്രമേ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാത ക്രമീകരിച്ചിട്ടുള്ളൂ. ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഇപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്നത് പഴയ റോഡിൽ നിർമ്മിച്ച ക്രാഷ് ബാരിയറിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്നും നേരെ നീരാവിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. സർവീസ് റോഡിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഇൻ്റർലോക്ക് പാകിയ പാതയുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. താറിട്ട ഭാഗവും ഡ്രെയിനേജും ചേർന്നാണ് സർവീസ് റോഡ് വരുന്നത്. ഇത് കഴിഞ്ഞ് ചെറിയ ഹൈറ്റിൽ കർബ് സ്റ്റോണുകൾ പാകി അതിനുള്ളിലായിരിക്കും ഇൻ്റർലോക്കുകൾ ചെയ്യുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമാണ് ലൈൻ മാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. കുരീപ്പുഴ സ്ഥാപിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിൻ്റെ അപ്രോച്ച് റോഡാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു അടിപ്പാതയുടെ മറുസൈഡാണ് നേരത്തെ കാണിച്ചത്. ചെറുതായിട്ട് ചരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നീരാവിൽ പാലം എത്തുന്നതിന് മുന്നേയുള്ള ഭാഗമാണ്. ഇവിടെ സർവീസ് റോഡ് 2 സൈഡിലും ഉയർന്നാണ് പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്തിപ്പോൾ വർക്കുകളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് നീരാവിനും കുരീപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള അടിപ്പാതയാണ്. ഇത് പഴയ അടിപ്പാതയുടെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്, പഴയ നാഷണൽ ഹൈവേയിലുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം ഒരു അടിപ്പാത നിർമ്മിച്ചിരുന്നു. അത് നിർമ്മാണ അപാകത മൂലം പൊളിച്ചു മാറ്റി രണ്ടാമതായി പൈലിംഗ് നടത്തിയതിന് ശേഷം 6ഓളം പൈലിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ബോക്സ് ടൈപ്പ് അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അടിപ്പാതയുടെ 2 സൈഡിലും ആറിവാൾ പാനലിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. ഒരു ചതുപ്പ് പ്രദേശമാണ്, അതിനാലാണ് ഇവിടെ പൈലിംഗ് നടത്തി അടിപ്പാത നിർമ്മിച്ചത്. ഈ ഒരു അടിപ്പാത കഴിഞ്ഞ് മുകളിലോട്ട് കയറി വരുമ്പോഴാണ് ഈ ഒരു എൻട്രി പോയിൻ്റ് കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ എൻട്രി പോയിൻറ്റിലൂടെ വേണം ഇനി തിരുവനന്തപുരം ഡയറക്ഷനിലേക്കൊക്കെ മങ്ങാട് കല്ലുംതാഴം ഭാഗത്തുള്ളവർക്കൊക്കെ പോകാനുള്ളത്. കടവൂരിനും മങ്ങാട് പാലത്തിനും ഇടയ്ക്ക് എൻട്രി എക്സിറ്റ് പോയിൻറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല. നീണ്ടകര ചവറ ഭാഗങ്ങളിലൊക്കെയുള്ള വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.